എനിക്കറിയാം രണ്ടാളും എന്നോട് ദേഷ്യത്തിലാണെന്ന്. അത് തീർക്കാൻ വേണ്ടി ഈ നത്തുഗ്രൻ ലഞ്ച് എന്റെ വക. എന്റെ മണ്ടി പെമ്പിള്ളേരെ, സത്യമായിട്ട് ഇന്ന് റോജോ ടിവിന് ഒരു ഓഫർ. അവരുടെ ആരോഗ്യരംഗെന്ന പരിപാടിയിലേക്ക് ഒരു അവതാരിക വേണം. ഞാനങ്ങ് സമ്മതിച്ചിരി. കാശിരിക്കുന്ന കേസല്ലേ. ഇതൊരു കേരള നാട്ടിൻപുറാണല്ലോടി. വിടങ്ങി. ആ, ഏതായാലും നമ്മുടേതായ ഒരു റാഗിങ് ഉണ്ട്. അത് ശരിയാ. ശരി, ഞാൻ തന്നെ തുറക്കിടാം. ఏంటి బాగున్నారా? మీ పేరేంటి? మీ వయసు ఎంత? వయసునా? ഈ പണ്ടർ എന്തൊക്കെയും വിളിച്ചു പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവില്ലട്ടാ. ശരി, മഴയ്ക്ക് മലയാളത്തിൽ പറ. പിന്നെ మీరు బ్రహ్మచారా పెళ్ళిపోయిందా? అది కూడా చెప్పడం తెలియలేదా? ఏది కాండారి, నీ ఆള് മോശമില്ലല്ലോ. നീ എന്നാ പെൺകുട്ടിയായത്? അല്ല എങ്കിൽ ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് ഈ പാവത്തിന് കിട്ടിയല്ലോ നിനക്ക്. മോളുടെ കുരുത്തക്കടി ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തൽക്കാലം പോ. കഴിഞ്ഞ അമ്പലം ചുറ്റല് ഈ പോയതാ താൻ അന്വേഷിച്ച ആന്റി. അതായത് എന്റെ രണ്ടാനമ്മ. പാവം, ചെറിയ പ്രായം. പക്ഷെ എന്ത് ചെയ്യാം, ഒരു കിളവനെയല്ലേ കെട്ടിയത്. ആ കേറ്. തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ടു കഴിഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞു. പിന്നെ മേലാൽ എന്നെ ശല്യം ചെയ്തത്. സർപ്രൈസ് ആയിക്കോട്ടെ. രാവിലെ കണ്ട അതേ പയ്യനാ ഞാൻ. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു അതിഥിയില്ലേ, രാമനാഥൻ പാലക്കാട്. ആ രാമനാഥനാണ് ഈ ഞാൻ. എന്നിട്ടിന്റെ അമ്പലത്തിനടുത്ത് വെച്ച് പറയാതിരുന്നത്? അത് പറഞ്ഞ ഞാൻ ഇതിനു മുൻപ് ആന്റിയും കണ്ടിട്ടില്ല, ആന്റി എന്നെയും കണ്ടിട്ടില്ല. ആന്റി പോയി കഴിഞ്ഞപ്പോഴാ ശ്രീരാമണ്ണൻ പറയുന്നത് ഇതാണ് എന്റെ ആന്റി എന്ന്. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇത്ര ലേറ്റ് ആയത്? എന്ത് പറയാനാ, ഇങ്ങോട്ട് നടന്നാ വന്നേ. വഴുതെറ്റിപ്പോയി, പലയിടത്തും കറങ്ങി. ശരി, നല്ല ക്ഷീണം ഉണ്ടാവല്ലേ? കുടിച്ചു വന്ന് ആഹാരം കഴിച്ചോളൂ. ശരി. അങ്കിൾ ജോലിക്ക് പോയില്ലേ? അങ്കിൾ ഇനി മറ്റന്നാൾ വരും. ഓ, ഒരു ദിവസം കൂടി വേണ്ടല്ലോ. വേണ്ട. 5000 രൂപ ശ്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കണമെന്ന് അനുവ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 10,000, അതിനു മുമ്പ് ഒരു 20. ഏത് കണക്കിലാ ഇതെല്ലാം? എന്നോടിപ്പോ മുമ്പത്തെ പോലെ ഒരു സ്നേഹവും ഇല്ല. സ്നേഹത്തിന്റെ അല്ല. പിന്നിപ്പോ എന്താ കണക്ക് ചോദിക്കാൻ? ഓ ഡാർലിംഗ്, പിണങ്ങിയോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. പേര് രാമന്റെ ആണെങ്കിലും സ്വഭാവം കൃഷ്ണന്റെയാ. എന്നാലും ആന്റി, ആ പിള്ളേര് വിളഞ്ഞ കുട്ടികളാ. സത്യത്തിൽ ഞാൻ വേർത്തുപോയി. അതിന് തന്നെ പറഞ്ഞാൽ മതി കുട്ടി. കേരളത്തിലെ ആചാരം ഒന്നുമല്ല ഇവിടെ. കോവിലിൽ പോകുമ്പോ ഷർട്ട് അഴിക്കണമെന്ന് ഇവിടെ നിയമമൊന്നുമില്ല. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. ഇവിടെ അടുത്തുള്ള കുട്ടികളാ അത്. അതുങ്ങൾ ഒപ്പിക്കാത്ത ഒരു കുട്ടിക്കടയില്ല ഈ കോളനിയില്. എന്തായാലും തക്ക സമയത്ത് ആന്റി എത്തിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
பாவத்தங்க வருது. டேய் புறம்போக்க பாத்திரமாடா. நீ பேசக்கூடாது. டேய் போடாங்க. ஓடுவா அப்ப வீட்டு சொத்தா. I want 5,000 rupees. എന്തിനാ 5000 ആക്കുന്നത്? 50,000 ചോദിക്കാമല്ലോ. ബാങ്കിലുണ്ടായിരുന്നു ഏതാണ്ട് തീർന്നു. ഏതാണ്ടല്ല മുഴുവനും തീർന്നു. അച്ഛന്റെ ഒപ്പിട്ട് കാശെല്ലാം ഞാൻ എടുത്തു. ഇന്ന് ശമ്പള ദിവസമാണെന്ന് എനിക്കറിയാം. ഇതാ നീ നന്നാകുന്നു. വേണ്ട, ഉപദേശം വേണ്ട. എനിക്കിപ്പൊ കാശ് വേണം. ആളെവിടെ? മുറി കിടന്ന് ഉറങ്ങാണ്. ഒരു ബോധവും ഇല്ലാതെ അച്ഛനായി ഉടക്കിയാണ് കാശ് സംഘടിപ്പിച്ചെന്ന് എന്നോട് പറഞ്ഞു. ഇനിയിപ്പോ അവന്റെ അടുത്തുനിന്ന് വലിയ കിട്ടാപ്പോരൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പതുക്കെ അവനെ ഒഴിവാക്കിയേക്ക്. പൊന്മുട്ടയിടുന്ന താറാവാ, കൊല്ലണോ? ഏയ് വെറുതെ വേണ്ട, പതുക്കെ. ഞാനിറങ്ങട്ടെ. ക്ലബിലേക്കാ? ആ സേട്ടുവിന്റെ പലിശ കൊടുക്കണം. പിന്നെ ഇതുപോലെ മറ്റാരെങ്കിലും കിട്ടുമെന്ന് നോക്കണം. നമുക്കിനിയും ജീവിക്കണ്ടേ?